ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്ന് മിക്സിയുടെ ജാറിൽ പരിപ്പും തക്കാളിയൊക്കെ അരച്ചുണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു സാമ്പാറിന്റെ റെസിപ്പിയാണ് കേട്ടോ. നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ആവശ്യമില്ല കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തുവരപ്പരിപ്പ് എടുത്ത് തലേന്ന് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെള്ളത്തിലൊന്ന് ഇട്ടേക്കണം, ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നല്ല ചൂടുവെള്ളത്തിൽ ഇട്ടാലും ഒന്ന് കുതിർന്ന് കിട്ടും. അപ്പം അങ്ങനെ ഒന്ന് കുതിർത്തെടുക്കുക. അപ്പൊ ഇനി ഞാൻ നല്ലപോലെ ഇത് വാഷ് ചെയ്ത് അതിന്റെ ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പൊ ദാണ്ട ഞാൻ ഈ തൂരപ്പരിപ്പ് എല്ലാം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി അത്യാവശ്യം വലുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക് അതും കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ ഒരു വറ്റൽമുളകേ ചേർക്കുന്നുള്ളൂ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് കണക്കിന് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതുപോലെ അരച്ചുണ്ടാക്കുമ്പോഴേ ഒരു വെറൈറ്റി ടേസ്റ്റുമാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ അതാണ്ട് ഇതുപോലെ നല്ല പോലെ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് കണക്ക് ഒരു തരിതരിപ്പ് പോലും ഇല്ലാത്ത രീതിയിലാണ് കേട്ടോ ഞാനൊന്ന് അരച്ചെടുത്തേക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് പുളി എടുത്ത് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. ഒരു ചെറിയ പീസ് പുളി എടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെക്കുന്നുണ്ട്. അതൊന്ന് കുതിർന്ന് വരട്ടെ, നമുക്ക് പുളിവെള്ളമാക്കി എടുക്കാനുള്ളതാണ്. അപ്പം ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പി കണ്ടിട്ട് ആരൊക്കെ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കുന്നു എന്ന് പറയണേ. അപ്പോഴേ അധികം ആരും ട്രൈ ചെയ്തിട്ട് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഒക്കെ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് അല്ല ഒരു പച്ചമുളക് ഒന്ന് കീറി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുഞ്ഞുള്ളിയാണ് കേട്ടോ. അപ്പൊ ഞാനൊരു 10-20ഓളം കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം വലുതാണെങ്കിൽ ഇത്രയൊന്നും വേണ്ട, ഒരു 10 ഒക്കെ മതിയാവും. പിന്നെ വേണമെങ്കിൽ ഈ കുഞ്ഞുള്ളി വൃത്തിയാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞ് ചേർത്താലും മതി. ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടണം, അതുവരെ ഒന്ന് വഴറ്റിയാൽ മതി. പൊതുവെ എനിക്ക് ഈ കുഞ്ഞുള്ളി വൃത്തിയാക്കാൻ നല്ല മടിയാണ്, പക്ഷേ ഇതാ കുറച്ചും കൂടി ടേസ്റ്റ്, അതുകൊണ്ട് തന്നെ ഇത് എടുത്തത്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂണോളം സാമ്പാർ പൗഡർ ഉണ്ടല്ലോ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ടീസ്പൂണിന്റെ കണക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ടേബിൾ സ്പൂൺ ആകുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഒക്കെ ഇട്ടാൽ മതിയാവും. അപ്പൊ അതാണ്ട് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ആ ഒരു മഞ്ഞപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പൊ രാവിലെയൊക്കെ ദോശയുടെ സാമ്പാറാണെങ്കിൽ എളുപ്പ പണിയാണ് കേട്ടോ. വെജിറ്റബിൾസ് ഒന്നും അരിഞ്ഞ് ബുദ്ധിമുട്ടണ്ട, ഒരുപാട് നേരം പരിപ്പ് വേവിച്ച് ബുദ്ധിമുട്ടണ്ട കേട്ടോ. അപ്പൊ താണ്ടെ ആ ഒരു പച്ചമണം ഒക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ച ആ മിക്സ് ഉണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഒരല്പം തോനെ വെള്ളം ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ പരിപ്പായതുകൊണ്ടാണ് ഇത് ഭയങ്കരമായിട്ട് കുറുകും. കുറച്ചൊന്ന് വേകുമ്പോഴത്തേന് നന്നായിട്ട് കുറുകാൻ തുടങ്ങും. അപ്പൊ കുറച്ച് തോനെ വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. അപ്പൊ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഞാനൊരു അല്പം വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്, കുറച്ചും കൂടെ ചേർക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ അങ്ങ് നല്ല പോലെ കുറുകാൻ തുടങ്ങും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുളി ഞാനൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെയും ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി.
ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം, നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. സാധാരണ നമ്മൾ പരിപ്പ് കുക്കറിലൊക്കെ കുറച്ച് സമയം എടുത്ത് വേവിച്ചെടുക്കും. ഇതിങ്ങനെ അരച്ച് ചേർക്കുമ്പോഴേക്കും പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റിലൊക്കെ ഈ പരിപ്പ് വെന്ത് കിട്ടും കേട്ടോ. അപ്പം ദാണ്ടെ ഇപ്പം തന്നെ കുറച്ച് വെന്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ കുറച്ചൊന്ന് വെന്തതിന് ശേഷം മല്ലിയില ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട്, കുറച്ചും കൂടെ വെന്ത് വരട്ടെ. അപ്പൊ ദാണ്ട നമ്മുടെ സാമ്പാർ ഇവിടെ നല്ല പോലെ കിടന്ന് തിളയ്ക്കുന്നുണ്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ്, എണ്ണയൊക്കെ തെളിഞ്ഞു നിൽക്കുന്നത് കണ്ടോ. അപ്പൊ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും തിളപ്പിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ കുറുകാൻ തുടങ്ങും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ തന്നെ സാമ്പാർ എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ്, നല്ല കുറുകിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ് കേട്ടോ. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. അപ്പൊ ഈ ഒരു സാമ്പാർ ഞാനിവിടെ ചോറിന്റെ കൂടെ ആണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. ചോറിന്റെ കൂടെയോ ഇഡ്ഡലിയുടെയോ ദോശേന്റെ കൂടെയോ ഒക്കെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ആദ്യമായിട്ട് പാചകം പഠിക്കുന്നവർക്ക് വരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവർ കമന്റ് ചെയ്യണേ. ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും വേണം കേട്ടോ. അപ്പൊ ഞാനിത് ചോറിന്റെ കൂടെ അങ്ങോട്ട് ഒഴിച്ച് ഒരു മീൻ പൊരിച്ചത്, ഇത് രണ്ടും ഭയങ്കര കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇത് രണ്ടും കൂടെ അങ്ങോട്ട് കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് എന്ന് അറിയാം. അപ്പൊ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കൂ. അപ്പം ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.